ഇസ്രായേലിന് മറുപടിയായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ട്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പേജറുകളുടെ മറ്റു വയലൻസ് ഉപകരണങ്ങളും ഉപയോഗിച്ച് സമീപകാലത്ത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി ആക്രമണം ആസൂത്രണം ചെയ്ത കെട്ടിടമാണ് ലക്ഷ്യമിടുന്നതെന്നും ഹിസ്ബുള്ള പറഞ്ഞു. കുറഞ്ഞത് 500 പേരെ കൊല്ലപ്പെടുകയും 10,000-കണക്കിന് ആളുകളെ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്ത ലെബനനിലെ ഇസ്രായേൽ ബോംബാക്രമണത്തിനിടെയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുമുള്ള തിരിച്ചടി. ഒക്ടോബറിന് ശേഷം ആദ്യമായാണ് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നതെന്നാണ് ശ്രദ്ധേയമാണ്. ഇസ്ലാമിക് റെസിസ്റ്റന്റ് ടെൽ അവീവിന് പ്രാന്തപ്രദേശത്തുള്ള മൊസാദ് ആസ്ഥാനം ലക്ഷ്യമാക്കി 25-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:30 ഖാദർ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചു. ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെയാണ് വ്യക്തമാക്കിയത്. ഞങ്ങളുടെ നേതാക്കളെ കൊല്ലപ്പെടുത്തുന്നതിനും പേജറുകളുടെ വയലൻസ് ഉപകരണങ്ങളിലൂടെ പൊട്ടിത്തെറിക്കുന്നതും ഈ ആസ്ഥാനമാണ് ഉത്തരവാദി. ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചും ലെബനന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു ആക്രമണം. അതേസമയം ലെബനനിൽ നിന്നും ആദ്യമായാണ് ഒരു പ്രൊജക്ടൈൽ മധ്യ ഇസ്രായേലിലേക്ക് എത്തുന്നതെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ മാസം ടെൽ അവീവിന് സമീപത്തുള്ള ഒരു രഹസ്യാന്വേഷണ കേന്ദ്രത്തെ വ്യോമാക്രമണത്തിൽ ലക്ഷ്യം വെച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടെങ്കിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരണമൊന്നും ഉണ്ടായില്ല. ഹിസ്ബുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മധ്യ ഇസ്രായേലിലുള്ള സിവിൽ ഡിഫൻസ് നിർദ്ദേശങ്ങളിൽ മാറ്റമില്ലെന്നും സൈന്യം അറിയിച്ചു. ലെബനനിലെ നഫ്ഗിയ പ്രദേശത്ത് തങ്ങളുടെ വിമാനങ്ങൾ മിസൈൽ തൊടുത്ത് ലോഞ്ചറിൽ ഇടിച്ചതായി ഇസ്രായേൽ എയർഫോഴ്സ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അധിനിവേശ സിറിയൻ പ്രാദേശമായ ഗോലാൻ കുന്നുകളും വടക്കൻ ഇസ്രായേലിലെ കാർമൽ പർവ്വതത്തിന് സമീപമുള്ള ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിനെ വിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചു. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം വർദ്ധിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.